ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബോർഡ് എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തല്ലേ? ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും വേണ്ട. ടെൻഷൻ ഉണ്ടാവുന്ന എപ്പോഴാ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോകുമ്പോഴല്ലേ? അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള ഒരു ട്രിക്കായിട്ടാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്നല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മൾ തിയറി പഠിക്കുന്നു, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മളിത് നേരെ റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോഴാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അതായത് എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ആയിരിക്കണം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പൊതുവെ നമ്മൾ കെമിസ്ട്രിയിൽ എടുക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ ഏറ്റവും പെട്ടെന്ന് മറന്നു പോകുന്ന ചാപ്റ്ററുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഓർഗാനിക് കെമിസ്ട്രിയാണ്. അതായത് നമ്മുടെ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആസിഡ്സ്, അമീൻസ്, ബയോമോളിക്യൂൾസ്, ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ നമ്മൾ പഠിച്ച് ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോൾ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും. അപ്പൊ ഇത് ഓവർകം ചെയ്യാനുള്ള കുറച്ച് ട്രിക്സ് ആണ്, കുറച്ച് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പാറ്റേൺ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പൊ നമ്മളിപ്പം ഇത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പം ഹാലോ ആൽക്കെയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആൽക്കഹോൾ, ഫീനോൾ എടുക്കുന്നു, ആൽഡിഹൈഡ് എടുക്കുന്നു, അമീൻസ് എടുക്കുന്നു, ബയോമോളിക്യൂൾസ് എടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സ്കോർ വെയിറ്റേജ് നമ്മൾ നോക്കുവാണെങ്കിൽ പൊതുവെ ഈ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ്, ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, അമീൻസ് ഇതൊക്കെ ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റർ ആണ്. നേരെ മറിച്ച് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് നമുക്കറിയാം കുറച്ചും കൂടെ കണ്ടന്റ് കൂടുതലുള്ള ചാപ്റ്റർ ആണ്. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണവും കൂടുതലായിരിക്കും. ബയോമോളിക്യൂൾസ് ചെറിയ ചാപ്റ്റർ ആണെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ബോർഡ് എക്സാമിന്, CBSE ബോർഡ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ് കെമിസ്ട്രിയുടെ. പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് ബയോമോളിക്യൂൾസ്. അത് ഈസി ആയിട്ടോ അല്ലെങ്കിൽ ചാപ്റ്റർ എളുപ്പമായതുകൊണ്ട് അല്ലെങ്കിൽ ചാപ്റ്റർ പെട്ടെന്ന് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് നമ്മളത് അൺഇമ്പോർട്ടന്റ് ആണെന്ന് ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിച്ചേക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഹാലോ ആൽക്കെയിൻസിലേക്ക്, ഹാലോ അരീൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുറെ കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ ഈ കോൺസെപ്റ്റുകളിലേക്കെല്ലാം പോകേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാനൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. ജസ്റ്റിഫൈ ദി അറേഞ്ച്മെന്റ് ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട് ഓഫ് ഈച്ച് സെറ്റ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ തന്നിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ ഓർഡർ SN1 റിയാക്ഷൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ SN2 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തോണം? ഇതിനെ അറേഞ്ച് ചെയ്യണം, ഓർഡർ അറേഞ്ച് ചെയ്യണം. SN1 റിയാക്ഷൻ എളുപ്പം നടത്തുന്ന ആരാണ്, അതുപോലെ തന്നെ SN2 റിയാക്ഷൻ എളുപ്പം നടത്തുന്ന ആരാണ് എന്ന രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് നിങ്ങളിപ്പം നിൽക്കുന്നത് ഹാലോ ആൽക്കെയിൻസ് അല്ല നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഹാലോ ആൽക്കെയിൻസും കഴിഞ്ഞു, ആൽക്കഹോളും കഴിഞ്ഞു, ആൽഡിഹൈഡും കഴിഞ്ഞു, അമീൻസും കഴിഞ്ഞു, ബയോമോളിക്യൂൾസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം എടുക്കും. അപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടി, പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ മറക്കാൻ എടുക്കുന്ന സമയം കുറയ്ക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു 3-4 ചാപ്റ്ററുകളൊക്കെ നമ്മൾ റിവൈസ് ചെയ്ത് മുൻപോട്ട് പോയിട്ട് വീണ്ടും റിവിഷനിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടായിരിക്കണം തിയറി നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ആൻസറിലേക്ക് അല്ല നിങ്ങൾ ഉടനെ പോകേണ്ടത്. ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി പോർഷൻ നമ്മൾ എന്ത് ചെയ്തോണം? റിവൈസ് ചെയ്തോണം. അപ്പൊ നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പൊ എന്താണ് നമുക്കറിയാം? SN1 റിയാക്ഷനെയും SN2 റിയാക്ഷനെയും ഓർഡർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ SN1 റിയാക്ഷനെയും SN2 റിയാക്ഷനെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. നിങ്ങൾ നോക്കിക്കേടാ. അപ്പൊ ഇവിടെ ഞാൻ ലെഫ്റ്റിൽ SN1 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, റൈറ്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? SN2 റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. കാണാമല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നോക്കിക്കേ, SN1 റിയാക്ഷന്റെ പ്രത്യേകത പ്രൊസീഡ് ഇൻ 2 സ്റ്റെപ്പ്. നമുക്കറിയാം 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് 2 സ്റ്റെപ്പ് പ്രോസസ്. നേരെ മറിച്ച് SN2 റിയാക്ഷൻ ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്, ദർ ഇസ് നോ ഇന്റർമീഡിയറ്റ്. അതാണല്ലോ ആദ്യത്തെ 2 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ ഈസ് 1. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് SN1 റിയാക്ഷൻ. നേരെ മറിച്ച് SN2 റിയാക്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. വീണ്ടും അതേപോലെ തന്നെ 4ാമത്തെ പോയിന്റ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട് ആൻഡ് ദ റിസൾട്ടിംഗ് മിക്സർ ഈസ് അണ്ടർഗോ റെസിമൈസേഷൻ, അല്ലെങ്കിൽ റിസൾട്ടിംഗ് മിക്സർ ഈസ് റസമിക് മിക്സർ ആയിരിക്കും. ഇനി നേരെ മറിച്ച് SN2 റിയാക്ഷൻ ആണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്, ദ റിയാക്ഷൻ പ്രൊസീഡ് ത്രൂ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. വാൾഡൺ ഇൻവേർഷൻ ഒക്കെ നമ്മുടെ മനസ്സിൽ അന്നേരം വന്നോളും. ഓക്കെ, ഇനി വീണ്ടും റിയാക്ടിവിറ്റി ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കുവാണെങ്കിൽ SN1 റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ടെറിഷറി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി.
കാരണം കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് എപ്പോഴും ടെറിഷറി കാർബോകാറ്റോൺ സെക്കൻഡറി കാർബോകാറ്റോണിനെക്കാളും സ്റ്റേബിൾ ആണ്. അത് ആരെക്കാളും സ്റ്റേബിൾ ആണ്? പ്രൈമറിനെക്കാളും സ്റ്റേബിൾ ആണ്. നേരെ മറിച്ച് SN2 റിയാക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണല്ലോ. അപ്പൊ ഈ സ്റ്റെറിക് ഹിൻഡ്രൻസ് വരുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്തോണം? ഈ ഓർഡർ നേരെ തിരിച്ചാ വരുന്നത്. പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. ഇത് നമ്മുടെ മനസ്സിൽ പഠിച്ചു വെച്ചല്ലോ നിങ്ങൾ. ഇനി ആ പഠിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മുൻപിൽ ഇപ്പൊ കിട്ടിയ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും നമ്മൾ പോകേണ്ടത്. ഇനി നിങ്ങൾ പറഞ്ഞ് ഓർഡർ എങ്ങനെയാ വരുന്നത്? SN1 റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ജസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നു ടെറിഷറി ആണ് സാറേ ഏറ്റവും സ്റ്റേബിൾ, സെക്കൻഡറി, അത് കഴിഞ്ഞാണ് ആര് വരുന്നത്? പ്രൈമറി വരുന്നത്. ഇനി SN1-2 ആണെങ്കിൽ എന്തായിരിക്കും സാറേ? പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി ആണല്ലോ. ഇനി ഓർഡർ ശരിയല്ലേ? 2 ബ്രോമോ 2 മീഥൈൽ പ്രൊപ്പൈൻ ടെറിഷറി ആണല്ലോ, ടെറിഷറി ആൽക്കിൽ ഹാലൈഡ് ആണല്ലോ. അടുത്തത് 2 ബ്രോമോ ബ്യൂട്ടൈൻ സെക്കൻഡറി ആണല്ലോ, 1 ബ്രോമോ ബ്യൂട്ടൈൻ. ഇപ്പുറത്തെ SN2 റിയാക്ഷൻ വരുമ്പോഴും അതെ, 1 ബ്രോമോ ബ്യൂട്ടൈൻ. ഞാൻ ആ സ്ട്രക്ചറും കൂടെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. 1 ബ്രോമോ പെന്റൈന്, ബ്യൂട്ടൈനോ പെന്റൈനോ ഏത് വേണേലും, 1 ബ്രോമോ പെന്റൈന് പ്രൈമറി ആണ്. 2 ബ്രോമോ പെന്റൈൻ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? 2 ബ്രോമോ 2 മീഥൈൽ 2 ബ്രോമോ 2 മീഥൈൽ ബ്യൂട്ടൈന് ടെറിഷറി ആണല്ലോ. ഓക്കെ, ഇത്ര ആ കാര്യമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഇപ്പം പഠിച്ച തിയറി നമ്മൾ മിക്കവാറും നമ്മൾ ബോർഡ് എക്സാം വരെ, മിക്കവാറും അല്ല ഉറപ്പായിട്ട് ബോർഡ് എക്സാം വരെ നമ്മൾ ഓർത്തിരുന്നോളും. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി നമുക്കൊന്ന് ഓർത്ത് നോക്കിയാലോ, റിവൈസ് ചെയ്താലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ഹാലോജനേറ്റഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ? ഹാലോജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ നടത്തുന്ന ഇക്വേഷൻ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ 2 നെയിംഡ് റിയാക്ഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഏതൊക്കെയാണ്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ഉണ്ട്, സ്വാർട്സ് റിയാക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സാറേ നമുക്ക് ആ നെയിംഡ് റിയാക്ഷൻ ഒന്ന് നോക്കാം. അല്ല, അങ്ങനെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഒക്കെ കൺസിഡർ ചെയ്യുന്നത് എവിടെയാ? പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ് അല്ലേ? അപ്പൊ ആ പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസിലുള്ള കാര്യങ്ങൾ, പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ വായിച്ചോണം. അല്ലാതെ ഫിംഗൽസ്റ്റീനും സ്വാർട്സും മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ പോരാ. എന്ത് ചെയ്യണം? ഇതിൽ വരുന്ന കാര്യങ്ങൾ മുഴുവൻ ഏതാണെന്ന് ഓർക്കണം. അപ്പൊ പ്രധാനമായിട്ടുള്ള കാര്യം ഞാനിവിടെ പറയാം. ഒന്ന് നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ്. അപ്പോൾ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് ആണെങ്കിൽ ഓർത്തിരിക്കേണ്ടത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൽക്കഹോൾസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ടു ഗീവ് കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കഹോൾ ആരായിട്ട് റിയാക്ട് ചെയ്തോണം? ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തോണം ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്, നിങ്ങൾ റിയാക്ഷൻ നോക്കിക്കുക സ്ക്രീനിൽ, കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് അല്ലേ കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു സാധ്യത ക്വസ്റ്റ്യൻ നമുക്ക് ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തൊട്ട് താഴെയുള്ള പോയിന്റും കൂടി നിങ്ങൾ നോക്കിക്കോണം. ഇത് നോക്കിക്കേ, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റ് നിങ്ങൾ നോക്കിക്കേ. ആ പോയിന്റ് പ്രകാരം നമുക്ക് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എടുത്തിരിക്കുന്ന ഹൈഡ്രജൻ ഹാലൈഡ് ഹൈഡ്രജൻ അയോഡൈഡ് ആണെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും ഓക്കെ. പക്ഷെ ടെറിഷറി ആൽക്കഹോൾ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആരുടെ ആവശ്യമില്ല? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെ ആവശ്യം ഇല്ല. ആ ഒരു എക്സെപ്ഷണൽ കേസ് ഒന്ന് ഓർത്തിരുന്നോണം. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ഈ കോൺസെപ്റ്റ് ഒക്കെ ഉറപ്പായിട്ടും വരാം. ഓക്കെ, അപ്പൊ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾസ് ഓക്കെയാണ്. ഇനി നമുക്ക് ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെയായിരുന്നു? ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും അതുപോലെ തന്നെ സ്വാർട്സ് റിയാക്ഷൻ. അപ്പൊ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കിക്കേ. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓർ ബ്രോമൈഡ്സ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ ആൽക്കൈൽ അയോഡൈഡ്സ് ആർ ഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ നമുക്ക് ഏത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം? അയഡിൻ ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? സോഡിയം അയോഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ. ഓക്കെ ആണല്ലോ. അപ്പൊ റിയാക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഥൈൽ ബ്രോമൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. നോക്കിക്കേ, ക്ലോറിൻ ബ്രോമിൻ മാറി അവിടെ ആര് വന്നു? അയഡിൻ വന്നു. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, മറ്റൊരു ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്, സ്വാർട്സ് റിയാക്ഷൻ, ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. This method is used for the preparation of fluorides, alkyl fluorides from alkyl bromides and alkyl chlorides. അതിനുവേണ്ടി എന്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി? ജസ്റ്റ് ട്രീറ്റ് വിത്ത് മെർക്കുറസ് ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ സിൽവർ ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ കൊബാൾട്ട് ഫ്ലൂറൈഡ്, അല്ലെങ്കിൽ ആന്റിമണി ഫ്ലൂറൈഡ്.
അവിടെ നിങ്ങൾ നോക്കിക്കേ, റിയാക്ഷൻ നോക്കിക്കേ, ബ്രോമിൻ അല്ലെങ്കിൽ ക്ലോറിൻ ഏത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക? ഫ്ലൂറിൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഹാലോജൻ ആറ്റം ഏത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നു? ഫ്ലൂറിൻ ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഫിംഗർസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഹാലോജൻ, ക്ലോറിനും ബ്രോമിനുമാണ് പ്രധാനമായിട്ടും ആരെ ഉപയോഗിച്ച് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു? അയഡിൻ ഉപയോഗിച്ച് എക്സ്ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു. മറക്കത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പൊ ഇവൻ ഏതാണ്? ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി അല്ലേ? ഓപ്ഷൻ നമ്പർ സി കുഴപ്പമില്ലല്ലോ, നമ്മളിപ്പോ പറഞ്ഞ റിയാക്ഷൻ തന്നെയാണ്. ഇനി ഓപ്ഷൻ നമ്പർ എ നോക്കിക്കേ, ചുമ്മാ നിങ്ങൾ നോക്കിക്കുക, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ കോമ്പൗണ്ട് എടുക്കുന്നു. CH3 CH ഡബിൾ ബോണ്ട് CH3 ബ്യൂട്ടി 2 എടുക്കുന്നത്. ഹൈഡ്രജൻ ഹാലൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഞാൻ ആഡ് ചെയ്യുന്നു. സിമെട്രിക്കൽ ആൽക്കീൻ ആണ്. എന്ത് സംഭവിക്കും? സിമെട്രിക്കൽ ഒരിടത്തേക്ക് H+ പോകും, അടുത്തേക്ക് എന്ത് ചെയ്യും? Cl- വരും. Cl- ആഡ് ചെയ്തു. സിമെട്രിക്കല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇവൻ അൺസിമെട്രിക്കൽ എടുക്കുവാണെങ്കിൽ എന്ത് നോക്കിക്കോണം നിങ്ങൾ? എന്ത് ശ്രദ്ധിച്ചോണം? ഇതാ ഞാൻ ഇവിടെ ബ്യൂട്ടി 2 പകരം പ്രൊപ്പീനെ ഞാൻ എടുക്കുന്നു. ഇവിടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നു. ഏത് റൂൾ പ്രകാരമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ? ആന്റി എം അഡീഷൻ, ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ പ്രകാരമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ, positive parties added to carbon atom having more number of hydrogen atom and negative parties added to carbon atom having less number of hydrogen atom. Okay. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നോളും. അതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടുതൽ സമയം ഓർത്തിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു മറക്കരുത്, മറക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും നമ്മൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. Next question. Write the major alkene that would be formed by dehydrohalogenation of 2-bromopentane. ഡീഹൈഡ്രോഹാലോജിനേഷൻ നടത്തുവാണെങ്കിൽ 2-bromopentane ഡീഹൈഡ്രോഹാലോജിനേഷൻ നടത്തുവാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ റേറ്റ്? അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന ഓർഡർ ആണെന്ന് നമുക്കറിയാം. SN2 കേസിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി. അപ്പൊ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമോ തിയറി പറയേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? പ്രൈമറിയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രൈമറിയുടെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്തോണം? പ്രൈമറി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടെറിഷറി എന്ന് നമ്മൾ കൊടുത്തേച്ചാൽ മാത്രം മതി. കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തിയറി നമ്മൾ നോക്കണം. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതിലും ഇൻട്രസ്റ്റിംഗ്. വൈ ഈസ് ക്ലോറോബെൻസിൻ ഈസ് ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? നമുക്കറിയാം ആൽക്കൈൽ ഹാലൈഡ്സ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, ആൽക്കൈൽ ഹാലൈഡ്സ്. പക്ഷേ നമ്മൾ അരൈൽ ഹാലൈഡ്സ് എടുക്കുമ്പോൾ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അരൈൽ ഹാലൈഡിന് എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ക്ലോറോബെൻസിൻ തന്നിരിക്കുന്നത്. ലെസ് റിയാക്റ്റീവാ. എന്തുകൊണ്ടാണ്? അപ്പം തിയറി പോർഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ്, ബ്രോമോപെന്റേൻ ഓൺ ഡീഹൈഡ്രോഹാലോജിനേഷൻ. ഡീഹൈഡ്രോഹാലോജിനേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട റിയേജന്റ് ഏതാണ്? ആൽക്കഹോളി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി നിങ്ങൾ എന്റെ സ്ക്രീൻ ഒന്ന് നോക്കിക്കേ, എന്റെ ബാക്ക് സൈഡിലുള്ള സ്ക്രീൻ നിങ്ങൾ നോക്കിക്കേ, എന്താ പറഞ്ഞേക്കുന്ന എലിമിനേഷൻ റിയാക്ഷനിൽ? ആൽക്കൈൽ ഹാലൈഡ്സ് ഹാവിംഗ് ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അണ്ടർഗോ എലിമിനേഷൻ ഡീഹൈഡ്രോഹാലോജിനേഷൻ ടു ഗീവ് കറസ്പോണ്ടിങ് ആൽക്കീൻസ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ നിർബന്ധമായിട്ടും ബീറ്റ ഹൈഡ്രജൻ ആറ്റം ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എലിമിനേഷൻ നമ്മൾ എന്ത് വിളിക്കും? ബീറ്റ എലിമിനേഷൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെറുതായിട്ട് ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് ബീറ്റ കാർബണും വരുന്ന കേസുകൾ ഉണ്ടായിരിക്കും. അതായത് ഒന്നിൽ കൂടുതൽ ആൽക്കീൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് വിൽ ബി മേജർ പ്രൊഡക്റ്റ് ഓർ വി നീഡ് ടു ഫോളോ സെയ്റ്റ്സഫ് റൂൾ. തിയററ്റിക്കലി 2 alkenes are possible, then highly substituted alkenes will be the major product according to Seitz-Zaff rule. ആ ഒരു പ്രത്യേകത മാത്രം നിങ്ങൾ ഓർത്താച്ചാൽ മതി. ഇപ്പം ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഏതെടുക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന 2-bromopentane അല്ലേ? നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ 2-bromopentane ഞാൻ ഇവിടെ എടുക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഈ 2-bromopentane എടുക്കുമ്പോൾ അവിടെ നിർബന്ധം ബീറ്റ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നമുക്കറിയാം.
കാരണം ബീറ്റ കാർബണിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ബീറ്റ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ബീറ്റ കാർബൺ ആറ്റം ഉണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? 2 ബീറ്റ കാർബൺ ആറ്റം ഉണ്ട്. 2 ബീറ്റ കാർബൺ ആറ്റം വരുമ്പോഴത്തേക്കും 2 ആൽക്കീൻസ് തിയററ്റിക്കലി പോസിബിൾ ആണ്. അങ്ങനെ 2 ആൽക്കീൻസ് തിയററ്റിക്കലി പോസിബിൾ ആണെങ്കിൽ ശ്രദ്ധിച്ചോണം, സെയ്ഡ്സ് ഓഫ് റൂൾ പ്രകാരം ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ഫോം ചെയ്യാൻ വേണ്ടി ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എലിമിനേറ്റ് ചെയ്യുന്നത് ഏത് ബീറ്റ കാർബണിൽ നിന്നായിരിക്കും? രണ്ടാമത്തെ ബീറ്റ കാർബണിൽ നിന്നല്ല രണ്ടാമത്തെ ബീറ്റ കാർബണിൽ നിന്നല്ല എലിമിനേറ്റ് ചെയ്യേണ്ടത്, B2 നിന്നല്ലേ? അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? Pent2 അല്ലേ കിട്ടുന്നത്. ഓക്കെ, Pent2. ഓക്കെ ആണല്ലോ. അപ്പം സെയിൽസ് ഓഫ് റൂൾ എന്താണ് നമുക്ക് പിടികിട്ടി. രണ്ടാമത് SN2 റിയാക്ഷന്റെ ഫാസ്റ്റർ റേറ്റ് ആണ്. അതിൽ വേറൊന്നും നിങ്ങൾ ഓർക്കണ്ട, പ്രൈമറി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ടെറിഷറി. ഇവിടെ ആദ്യത്തെ ആള് പ്രൈമറി ആൽക്കിൽ ഹാലൈഡ് ആണ്, രണ്ടാമത്തെ ആരാണ്? ടെറിഷറി ആണ്, വേറൊന്നുമില്ല. മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതയാണ്. നമുക്കറിയാം അരൈൽ ഹാലൈഡ്സ് ഡസ് നോട്ട് ഈസിലി അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ബിക്കോസ് ഓഫ് 4 main reason. First reason, due to resonance effect. Due to resonance effect, the lone pair of electron on halogen atom is shifted towards benzene ring. As a result, there exists a partial double bond character between carbon atom and halogen atom. Due to the presence of that partial double bond character, അരൈൽ ഹാലൈഡ്സ് ഡസ് നോട്ട് ഈസിലി അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എളുപ്പമൊന്നും നടത്തത്തില്ല. രണ്ടാമത്തെ പോയിന്റ്, ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ദ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ്. ഇൻ ദ കേസ് ഓഫ് അരൈൽ ഹാലൈഡ്സ് കാർബൺ ആറ്റം ഹാവ് sp2 ഹൈബ്രിഡൈസേഷൻ. എസ് ക്യാരക്ടർ കൂടുതലാണ്. എസ് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ശക്തമായിട്ട് പിടിച്ചു വലിക്കുന്നത് കൊണ്ട്, ഹാലോജൻ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ശക്തമായിട്ട് പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ആ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും. മൂന്നാമത്തത്, ഡ്യൂ ടു ദ ഇൻസ്റ്റെബിലിറ്റി ഓഫ് ഫീനൈൽ കാറ്റയോൺ. അങ്ങനെ ഹാലോജൻ ആറ്റം മുഴുവനായിട്ടും പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന കാർബോ കാറ്റയോൺ ലെസ് സ്റ്റേബിൾ ആയതുകൊണ്ട് ഫോം ചെയ്യത്തില്ല. അതായത് ഹാലോജൻ ആറ്റം എളുപ്പം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നാലാമത്തെ പോയിന്റ്, ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോൺ റിച്ച് ബെൻസീൻ റിംഗ്. അപ്പൊ ഈ 4 പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ബോർഡ് എക്സാമിന്. അപ്പം എന്തുകൊണ്ടാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരൈൽ ഹാലൈഡ് എളുപ്പം നടത്തത്തില്ല എന്നുള്ളതിന്റെ 4 പോയിന്റ് ആണ് നിങ്ങൾ ആൻസറിൽ കൊടുക്കേണ്ടതെങ്കിൽ ഈ 4 പോയിന്റ് ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ആയല്ലേ ക്വസ്റ്റിന്? ഞാൻ വേറെ ഒന്നും അതിൽ പറയുന്നില്ല. അപ്പൊ തിയറി പോർഷൻ ഓക്കെ ആണല്ലോ. നിങ്ങൾ NCERT എടുത്ത് നോക്കിയാൽ മതി. കറക്റ്റ് ആയിട്ട് ഈ 4 പോയിന്റ് 1 by 1 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇക്വേഷൻ ഷോയിങ് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വൂഡ്സ് റിയാക്ഷൻ എന്തായിരുന്നു? വൂഡ്സ് റിയാക്ഷൻ നമ്മൾ ഹൈഡ്രോ കാർബണിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വൂഡ്സ് റിയാക്ഷൻ, alkyl halide on reaction with metallic sodium in presence of dry ether to give symmetrical alkene. Woods Fittic reaction means alkyl halide and aryl halide. രണ്ട് alkyl halide അല്ല, ഒരു alkyl halide ഒരു aryl halide on reaction with metallic sodium in presence of dry ether to give alkyl arenes. നേരെ മറിച്ച് ഫിറ്റിക് റിയാക്ഷൻ മീൻസ് 2 aryl halides on reaction in presence of metallic sodium and dry ether. ഓക്കെ, അപ്പൊ ഞാൻ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനും അതുപോലെ തന്നെ ഫിറ്റിക് റിയാക്ഷനും ഇവിടെ നോക്കിക്കേ, ഒരു അരൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്യുന്നു. ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത? 2 അരൈൽ ഹാലൈഡ്സ് നോക്കിക്കേ, 2 അവിടെ തന്നിരിക്കുന്നത്, 2 അരൈൽ ഹാലൈഡ്സ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരൈൻസിൽ ഓർക്കേണ്ടത്. ഇനി ഞാൻ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ആൽക്കഹോൾ ഫീനോൾസ് ഈതേഴ്സ്. ഇവിടെയും നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പൊ സാറ് ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെയിം പ്രോസസ്സ് നമ്മൾ പല തവണകളായിട്ട് എന്ത് ചെയ്തോണം? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കോൺസെപ്റ്റിലുള്ള ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള പോർഷൻ ആണ് ഞാൻ ഈ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നതേ ഉള്ളൂ.
അപ്പൊ മിക്കവാറും തന്നെ ആൽക്കഹോൾ ഫിനോൾസിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദിസ് ഓർത്തോ നൈട്രോഫിനോൾ ആൻഡ് പാരാ നൈട്രോഫിനോൾ. ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർത്തോ നൈട്രോഫിനോൾ ഈസ് എ വീക്കർ ആസിഡ് ദാൻ ദാറ്റ് ഓഫ് പാരാ നൈട്രോഫിനോൾ. ഫിനോളിന്റെ കേസിൽ അസിഡിക് ക്യാരക്ടർ കാണിക്കണമെങ്കിൽ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യണം? OH ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ആറ്റം റിലീസ് ചെയ്യണ്ടേ? പക്ഷെ ഓർത്തോ നൈട്രോഫിനോളില് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, നോക്കിക്കുക, മോളിക്കുളിനുള്ളിൽ തന്നെയുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ആറ്റം എളുപ്പം എന്ത് ചെയ്യത്തില്ല? H+ ആയിട്ട് പോകത്തില്ല. That is why this orthonitrophenol is a weaker acid as compared to paranitrophenol. നിങ്ങൾ പാരാനൈട്രോഫിനോൾ എടുത്ത് നോക്കിക്കോ. പാരാനൈട്രോഫിനോളിന്റെ കേസിൽ ഏത് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളൂ? മോളിക്കൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലടാ അവിടെ. മോളിക്കൂളിനുള്ളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. പിന്നെയോ മോളിക്കൂളുകൾ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്, അതായത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഇൻട്രാ ഉള്ളിടത്ത് എന്ത് ചെയ്യത്തില്ല? ഈ ഹൈഡ്രജൻ ആറ്റം എളുപ്പം H+ ആയിട്ട് പോകത്തില്ല. അങ്ങനെ പോയാലല്ലേ ഇവൻ അസിഡിക് ക്യാരക്ടർ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ബേസ് ചെയ്തിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. ഇനി നെയിം ദ റിയേജന്റ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ബ്രോമിനേഷൻ ഓഫ് ഫീനോൾ ടു 2,4,6 ട്രൈബ്രോമോഫിനോൾ. ഫിനോളിനെ 2,4,6 ട്രൈബ്രോമോഫിനോൾ ആയിട്ട് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? How we can convert butane 2 to butane 2-ol. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഫിനോളിന്റെ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഹാലോജിനേഷൻ. പിന്നെ അതുപോലെ തന്നെ കോൾബ്സ് നെയിംഡ് റിയാക്ഷൻ ആയിട്ടുള്ള കോൾബ്സ് റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ, നൈട്രേഷൻ. അപ്പൊ ഇതിൽ ഹാലോജിനേഷനിലേക്ക് ഞാൻ പോവുകയാണ്. ഹാലോജിനേഷനിൽ വേറൊന്നുമില്ല. Phenol when treated with bromine water result in the formation of 2,4,6 tribromophenol. Phenol നമ്മൾ എടുക്കുന്നു. Phenol on reaction with aqueous bromine. The product obtained is 2,4,6 tribromophenol. ഇനി നേരെ മറിച്ച് നമുക്ക് ഈ 2,4,6 ട്രൈബ്രോമോഫിനോൾ കിട്ടുന്നതിന് പകരം മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫിനോൾസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് ഓർത്തോ ബ്രോമോഫിനോളും പാരാ ബ്രോമോഫിനോളുമാണ് നമുക്ക് വേണ്ടത് എങ്കിൽ വി നീഡ് ടു ബ്രോമിനേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ലോ പോളാരിറ്റി സോൾവെന്റ് സച്ച് ആസ് കാർബൺ ഡൈസൾഫൈഡ് ഓർ കാർബൺ ടെട്രാക്ലോറൈഡ് ഓർ ക്ലോറോഫോം. അതായത് നമ്മളിപ്പം ഡയറക്റ്റ് അക്വസ് മീഡിയത്തിൽ ബ്രോമിനേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഞാൻ ഈ പറഞ്ഞ ഈ 2,4,6 ട്രൈബ്രോമോഫിനോൾ ആയിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ഓർത്തോ ബ്രോമോഫിനോളും പാരാ ബ്രോമോഫിനോളും പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സെയിം കാര്യം തന്നെ ഫിനോൾ നമ്മൾ എടുക്കുന്നു, ബ്രോമിനേഷൻ നമ്മൾ നടത്തുന്നു. പക്ഷെ അവിടെ അക്വസ് മീഡിയത്തിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? ഇതിൽ ഏതെങ്കിലും ഉള്ള ലോ പോളാരിറ്റി സോൾവെന്റ് അല്ലെങ്കിൽ നോൺ പോളാർ സോൾവെന്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. വാട്ടർ എടുക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഏത് കിട്ടത്തുള്ളൂ? ഓർത്തോ ബ്രോമോഫിനോളും പാരാ ബ്രോമോഫിനോളും കിട്ടത്തുള്ളൂ. പാരാ ബ്രോമോഫിനോൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയല്ലോ. ബ്രോമിനേഷൻ ഓഫ് ഫിനോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോമിനേഷൻ ഇൻ അക്വസ് മീഡിയം ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് ബ്യൂട്ടൈൻ 2 to ബ്യൂട്ടൈൻ 2-ol. ഇത് പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ആ കോമ്പൗണ്ട് ഒന്ന് എഴുതി നോക്കി വെച്ചാൽ മതി. ബ്യൂട്ടൈൻ 2-on എന്ന് പറയുമ്പോൾ ആരാ? ബ്യൂട്ടൈൻ 2-on. ഇതിനെ ആരായിട്ട് മാറ്റണം? ബ്യൂട്ടൈൻ 2-ol ആയിട്ട് മാറ്റണം. ഓക്കെ, എടാ നിങ്ങൾ നോക്കി ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യണം എന്നുള്ളത്. ഇവിടെ എന്ത് ചെയ്താൽ മതി? നമ്മള് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക? ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ കോമ്പൗണ്ട് നോക്കി ഇവിടെയുള്ള ഈ പൈ ബോണ്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്താൽ പോരെ.
നമുക്ക് കാർബണിക് ഗ്രൂപ്പിലുള്ള പൈ ബോണ്ടിനെ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ ആറ്റം ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്, റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ നടത്തണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇവിടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം ബ്രോമോ ഹൈഡ്രൈഡോ അല്ലെങ്കിൽ സോഡിയം ഇൻ ഈഥൈൽ ആൽക്കഹോളോ അല്ലെങ്കിൽ നിക്കൽ ബാർ ഹൈഡ്രജനോ അങ്ങനെ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ കാർബണൈൽ ഗ്രൂപ്പിനെ എന്തായിട്ട് മാറ്റാം, CHOH ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ CHOH ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ റിഡക്ഷൻ നമുക്ക് നടത്താം, അല്ലെങ്കിൽ അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, കാർബണൈൽ ഗ്രൂപ്പിനെ ആരായിട്ട് മാറ്റാം, ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ റീമർ ടീമൻ റിയാക്ഷൻ, കോൾപ്സ് റിയാക്ഷൻ ആൻഡ് വില്യംസൺ സിന്തസിസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മുടെ ഈ ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമ്മൾ അടുത്ത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഈ റീമർ ട്രീമൻ റിയാക്ഷനും കോൾപ്സ് റിയാക്ഷനും. നെയിംഡ് റിയാക്ഷൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് കോൾപ്സ് റിയാക്ഷൻ. കോൾപ്സ് റിയാക്ഷൻ മീൻസ് സോഡിയം ഫീനോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് at 400 Kelvin under a pressure of 4 to 7 atmosphere followed by acid hydrolysis to give salicylic acid. സോഡിയം ഫീനോക്സൈഡ് ആരായിട്ട് റിയാക്ട് ചെയ്യണം, സോഡിയം ഫീനോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് at a temperature of 400 Kelvin and 4 to 7 atmospheric pressure. ഇവിടെ കിട്ടിയ ഈ പ്രൊഡക്റ്റിനെ സോഡിയം ഫീനോക്സൈഡ് ആണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തണം. റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. ദിസ് സാലിസിലിക് ആസിഡ് ഈസ് കോൾഡ് ആസ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. സാലിസിലിക് ആസിഡ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റീമർ ടീമൻ റിയാക്ഷൻ. അപ്പൊ റീമർ ടീമൻ റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സാലിസിലിക് ആസിഡ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. സാലിസിലിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗീവ് 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ് കോൾഡ് ആസ് ആസ്പിരിൻ. നമ്മുടെ ഈ പെയിൻ കില്ലർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നില്ല ആസ്പിരിൻ ഇല്ലേ, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അതിന്റെ കെമിക്കൽ ടൈം ആണ് 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്, സാലിസിലിക് ആസിഡ്. അവിടെ വേറൊന്നും ചെയ്യണ്ട, സാലിസിലിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രേറ്റ്. അസറ്റിക് അൺഹൈഡ്രേറ്റ് ഫോർമുല ശ്രദ്ധിച്ചോണം, CH3 C ഡബിൾ ബോണ്ട് O C ഡബിൾ ബോണ്ട് O CH3. അതായത് ഞാൻ ഷോർട്ട് ആയിട്ട് എഴുതുന്നു, CH3 CO twice O. അസറ്റിക് അൺഹൈഡ്രേറ്റ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ്. ഫോർമുല നിങ്ങൾ ശ്രദ്ധിച്ചേ, 2-അസറ്റോക്സി ബെൻസോയിക് ആസിഡ്. ഇതാണ് ആസ്പിരിന്. ഓക്കെ, റീമർ ടീമൻ റിയാക്ഷൻ. ഫിനോൾ ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് ക്ലോറോഫോം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 340 Kelvin result in the formation of an intermediate which on reaction with sodium hydroxide followed by acid hydrolysis to give സാലിസിൽ ആൽഡിഹൈഡ് അഥവാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. എന്ത് ചെയ്യണം നമ്മൾ, ഫിനോള് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ ആദ്യം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇന്റർമീഡിയറ്റ് എന്താണെന്ന് തന്നെ ചോദിച്ച വർഷങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് NCERT നമുക്ക് പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസാൽ ക്ലോറൈഡ് CHCl2. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസാൽ ക്ലോറൈഡ്. This substituted benzal chloride first treated with sodium hydroxide then acid hydrolysis. ഇത് രണ്ടും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടത്തും കേട്ടോ. ആദ്യം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്തു, അതിനുശേഷം ആസിഡ് ഹൈഡ്രോളിസിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സാലിസിൽ ആൽഡിഹൈഡ് ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഓക്കെ, റിയാക്ഷൻ ഓർത്തിരിക്കുമല്ലോ, കോൾപ്സ് റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്,
അപ്പൊ ഇത് ആൻസർ ആയല്ലോ. എക്സ്പ്ലെയിൻ റീമർടീമിയൻ റിയാക്ഷൻ. പിന്നെ ഒരാളും കൂടി ഉണ്ട്, വില്യംസൺ സിന്തസിസ്. നമുക്കത് എന്താ നോക്കാം, വില്യംസൺ സിന്തസിസ്. അപ്പൊ റീമർടീമിയൻ റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ആൻസർ നോക്കിക്കേ. ഫിനോള്, ക്ലോറോഫോം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തു, NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് നമ്മൾ നടത്തി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് ഓർക്കേണ്ടത് വില്യംസൺ സിന്തസിസ്. വി നോ ദാറ്റ് വില്യംസൺ സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഈതർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? It is used for the preparation of both symmetrical as well as unsymmetrical ether. നിങ്ങൾ ആദ്യം കൊടുക്കേണ്ട പോയിന്റ് വില്യംസൺ സിന്തസിസിൽ ഈ പറഞ്ഞ കാര്യമാണ്. In Williamson synthesis, we are treating alkyl halide with sodium or potassium alkoxide. Sodium or potassium alkoxide on reaction with alkyl halide. ഇവിടെ നോക്കിക്കുക, നിങ്ങൾ സോഡിയം ഹാലൈഡ് എലിമിനേറ്റ് ചെയ്തു. മനസ്സിലാകാൻ വേണ്ടി രണ്ടാമത്തെ ആൽക്കിൽ ഗ്രൂപ്പ് ഞാൻ R' എടുത്തേക്കുന്നത്. എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ROR' അല്ലേ, പ്ലസ് NaX സോഡിയം ഹാലൈഡ്. ആരാ ഇത്? ഈതർ. ആറും R' സെയിം ആണെങ്കിൽ സിമെട്രിക്കൽ ഈതർ, സെയിം അല്ലെങ്കിൽ അൺസിമെട്രിക്കൽ ഈതർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം അവിടെ? Williamson synthesis or this reaction is based on nucleophilic substitution of alkyl halide in which halogen atom is replaced by alkoxy group by SN2 mechanism. Alkoxide ion is attached with to alkyl halide by SN2 reaction, binuclear substitution reaction അല്ലെങ്കിൽ molecular nucleophilic substitution reaction ആണ് നടക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് തന്നെ ഇതാ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വില്യംസൺ സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡൈമീഥൈൽ ഈതർ, സിമെട്രിക്കൽ ഈതർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഏതാണ്? SN2 റിയാക്ഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ശരിയില്ലാടാ, നമ്മൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആൽക്കഹോൾ ഫിനോൾസിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചത്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ഇതിലും ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷൻ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആൽഡിഹൈഡ്സിലുള്ള പ്രിപ്പറേഷൻസ്, പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെയാണ് കീറ്റോൺസിന്റെ കേസിലും. ആൻഡ് ഫൈനലി കാർബോക്സിലിക് ആസിഡും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാണ്. അസറ്റാൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ദാറ്റ് ഓഫ് അസറ്റോൺ. ഞാൻ അസറ്റോൺ എടുക്കുന്നു, അസറ്റാൽഡിഹൈഡും എടുക്കുന്നു. ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺസ് ടുവേർഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് HCN. HCN ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്ന ആരാ? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. In nucleophilic addition reaction, aldehyde is more reactive than that of ketone. Okay, ഒന്നാമത്തെ പോയിന്റ്. കാർബോക്സിലിക് ആസിഡ് ഹാവ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതിൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കാർബോക്സിലിക് ആസിഡിന്റെ കേസിൽ ഹാവ് മോർ എബിലിറ്റി ടു ഫോം സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതുകൊണ്ടാണ് കാർബോക്സിലിക് ആസിഡിനെ മറ്റ് ആൽഡിഹൈഡ് ആയിട്ട് അല്ലെങ്കിൽ കീറ്റോൺസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ആദ്യത്തെ പോയിന്റ് ആണ്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട. വൈ ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ആസ് കമ്പയർഡ് ടു കീറ്റോൺ. ഫസ്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്. Aldehydes are generally more reactive than ketones in nucleophilic addition reaction due to steric and electronic reasons. Sterically, the presence of two bulky alkyl group in ketones hinder the approach of nucleophile. Therefore, ketones less reactive ആയിരിക്കും. നേരെ മറിച്ച് അതുപോലെ തന്നെ ketones are less reactive because of electron releasing nature of two alkyl group. നിങ്ങൾ ഈ റീസണിലേക്കോ ഈ തിയറിയിലേക്കോ പോകുന്നതിന് മുൻപ് നിങ്ങൾ ചുമ്മാ ആൽഡിഹൈഡും കീറ്റോണും എടുത്തേ. ഇത് നമുക്ക് തന്നിരിക്കുന്ന ആൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ് എടുത്തു. രണ്ടാമത് കീറ്റോൺ എടുത്തു, അസറ്റോൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് രണ്ടും എടുത്തല്ലോ. ഓക്കെ, ഇത് രണ്ടും എടുക്കുന്നു. ഞാൻ ഈ രണ്ട് എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നു.
ഇങ്ങോട്ടേക്ക് ഞാൻ എഴുതാം അസെറ്റോൺ. ഇവിടെ വന്നൊരു ന്യൂക്ലിയോഫൈല് ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കാർബണിൽ എന്തുണ്ടായിരിക്കണം? പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ചാർജ് വരുന്ന എപ്പോഴാണ്? പൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴല്ലേ. അപ്പൊ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. നമ്മുടെ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാച്ച് ചെയ്യുന്ന എവിടെയാണ്? പോസിറ്റീവ് പാർട്ട് ഉള്ളിടത്തല്ലേ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസാ. ഇവിടെ ന്യൂക്ലിയോഫൈല് വന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതിൽ എവിടെയാണ് പെട്ടെന്ന് റിയാക്ഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒറ്റ മറുപടിയേ ഉള്ളൂ, സാറ് എവിടെയാണോ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ അങ്ങോട്ടേക്കായിരിക്കും ന്യൂക്ലിയോഫൈൽ ഓടി വരുന്നത്. കാരണം ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ലവിംഗ് സ്പീഷീസ് ആണ്. പോസിറ്റീവ് ചാർജ് എവിടെയാണോ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഓടി വരത്തുള്ളൂ. അവിടെയായിരിക്കും റിയാക്ഷൻ റേറ്റ് ഫാസ്റ്റ്. അപ്പൊ ഇവിടെ എവിടെയാണ് പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ? പ്ലസ് ഐ ഇഫക്റ്റ് കുറവുള്ളിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കുറവുള്ളിടത്ത്. പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലല്ലേടാ. അപ്പൊ എവിടെയാണോ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതലുള്ളത് അവിടെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവാ. നിങ്ങൾ പറ, ആൽഡിഹൈഡിലാണോ കീറ്റോണിലാണോ പ്ലസ് ഐ ഇഫക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഐ ഇഫക്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത്? മാഗ്നിറ്റ്യൂഡ് കൂടുതൽ, പ്ലസ് ഐ ഇഫക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ കീറ്റോണിലല്ലേ, ആൽക്കിൽ ഗ്രൂപ്പ് കൂടുതലുള്ളിടത്തല്ലേ. അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ റേറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇൻറ്റു കൊടുത്തേക്ക് അവിടെ. നേരെ മറിച്ച് ഇവിടെ എന്താണ്? ആൽക്കിൽ ഗ്രൂപ്പ് ഒരെണ്ണവേ ഉള്ളൂ. അപ്പൊ കീറ്റോൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽഡിഹൈഡിന്റെ കേസിൽ എപ്പോഴും എന്തായിരിക്കും? ആൽക്കിൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് ഒരെണ്ണമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കാർബണിൽ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ കാർബണിന്റെ മാഗ്നിറ്റ്യൂഡ്, പോസിറ്റീവ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റേറ്റും കൂടുതലായിരിക്കും. അത് ഒരു കാരണം. രണ്ടാമത് സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. കീറ്റോണിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും രണ്ട് ചാടിയം ആൾക്കാർ അവിടെ നിൽക്കുമല്ലേ, രണ്ട് ആൽക്കിൽ ഗ്രൂപ്പ് അവിടെ നിൽക്കുമല്ലേ. അപ്പൊ ന്യൂക്ലിയോഫൈൽ പാവം അങ്ങോട്ടേക്ക് എല്ലാം പോകുമ്പോഴത്തേക്ക് ഇവന്മാർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. എളുപ്പം നടക്കത്തില്ല. നേരെ മറിച്ച് ആൽഡിഹൈഡിന്റെ കേസ് എന്തേ ഉള്ളൂ? ഒരു ആൽക്കിൽ ഗ്രൂപ്പേ ഉള്ളൂ. അപ്പം അവൻ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ കടത്തി വിട്ടോളൂ. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരുന്നോളൂല്ലോ. അപ്പൊ ഇവിടെ ആൻസർ ആയല്ലോ നമുക്ക്. ഓക്കെ, തൊട്ട് മുൻപുള്ള എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. കാർബോക്സിലിക് ആസിഡ് ഹാവ് ഹയർ ബോയിലിംഗ് ലിക്വിഡ്സ് ദാൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. വൈ? റീസൺ ഉണ്ടല്ലോ. കാർബോക്സിലിക് ആസിഡ് ഹാവ് ദ എബിലിറ്റി ടു ഫോം സ്ട്രോങ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. രണ്ട് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, എക്സും വൈയും കണ്ടുപിടിക്കാൻ വേണ്ടത്. ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. ആരാ? ഗട്ടർമാൻ റിയാക്ഷൻ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. രണ്ടാമത്തത് ബെൻസോയിൽ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ്. ആരാ? റോസൻമണ്ട് റിഡക്ഷൻ. എന്താണെങ്കിലും ഇത് രണ്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ആ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിയാക്ഷൻസ് ആണ് റോസൻമണ്ട് റിഡക്ഷനും ഗട്ടർമാൻ റിയാക്ഷനും. അപ്പൊ റോസൻമണ്ട് റിഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ആസിഡ് ക്ലോറൈഡ്സ് ഓർ അസൈൽ ക്ലോറൈഡ്സ് രണ്ടും ഒന്ന് തന്നെയാണ്. ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ് to get aldehyde is called as Rosenmund reduction. Reaction നിങ്ങൾ നോക്കിക്കേ, ബെൻസോയിൽ ക്ലോറൈഡ്, ആസിഡ് ക്ലോറൈഡ് on reaction with hydrogen in presence of palladium supported over barium sulfate. Okay ആണല്ലോ? Yes. Gutterman reaction. Benzene on reaction with carbon monoxide and HCl in presence of anhydrous aluminium chloride or cuprous chloride. Aldehyde. ഓർത്തിരിക്കുമല്ലോ ഇത് രണ്ടും. അപ്പൊ നമുക്ക് ഇവിടെ എക്സും വൈയും എന്താണെന്ന് കിട്ടിയല്ലോ. എക്സ് എന്ന് പറയുന്നത് ആരാണ്? ബെൻസാൽഡിഹൈഡ്. വൈ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ബെൻസാൽഡിഹൈഡ്. Okay. Let me go to the next point. Which of the following does not undergo aldol condensation? Aldol condensation നടത്താത്തത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ എന്താണ് aldol condensation ഉള്ളത് നമുക്ക് അറിയണമല്ലോ. Aldehydes or ketones having at least one alpha hydrogen atom when treated with a dilute alkali. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. Aldehydes or ketones at least have one alpha hydrogen atom on reaction with alkali to give beta hydroxy aldehyde or beta hydroxy ketones.
which on heating undergo dehydration to give alpha beta unsaturated compound. പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ പ്രൊപ്പനോൺ അസറ്റോൺ എടുത്തു, ഞാൻ ആൽക്കലി ബേരിയം ഹൈഡ്രോക്സൈഡ് എടുത്തു. എനിക്ക് ആദ്യം എന്ത് കിട്ടി? എനിക്ക് ആദ്യം എന്താ ഫോം ചെയ്തേക്കുന്നത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഫോം ചെയ്തേക്കുന്നത് ഏതാണ്? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അതിനെ ചൂടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ എലിമിനേറ്റ് ചെയ്തു, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഫോം ചെയ്തു. ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ സാരമില്ല, ഞാൻ അതിനൊരു എക്സാമ്പിൾ ഞാൻ എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ കീറ്റോൺ അല്ലേ, അസറ്റോൺ അല്ലേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്? അസറ്റോൺ ആണല്ലേ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, 2 മോളിക്കുൾ അസറ്റോൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ റിയാക്ഷനിൽ? 2 പ്രൊപ്പനോൺ അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ മോളിക്കുൾ അസറ്റോൺ എഴുതുമ്പോണ്ടല്ലോ, അതാ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതാ ഇങ്ങനെ നിങ്ങൾ എഴുതാവുള്ളൂ. ആദ്യത്തെ ആളുടെ ഹൈഡ്രജൻ അവിടെ സ്പെസിഫൈ ചെയ്യണം. ഇനി ഇതിന്റെ സിമ്പിൾ മെക്കാനിസം എടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. ഈ രണ്ടാമത്തെ കീറ്റോണിലുള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ, അവൻ ഓക്സിജനിലേക്ക് കൊടുത്തേക്കണം. ഈ കാർബൺ വന്നിതാ ഈ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തു. ഇവിടെയുള്ള ഈ കാർബണിൽ വന്ന് അറ്റാച്ച് ചെയ്തു. നിങ്ങൾ പ്രൊഡക്റ്റ് എഴുതി നോക്കിക്കേ, ഏതാ കിട്ടുന്നതെന്ന്. പ്രൊഡക്റ്റ് എഴുതി നോക്കിയടാ. CH3 COH CH2, ഇവിടെ CH3 ഉണ്ട്, CH2 C ഡബിൾ ബോണ്ടോ CH3, ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റ് ചെയ്യുന്നു, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽക്കീൻ ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സിമ്പിൾ മെക്കാനിസം എടുക്കുവാണെങ്കിൽ ക്വസ്റ്റ്യനിൽ ഏത് എക്സാമ്പിൾ വരുവാണെങ്കിലും നമുക്ക് സ്വയം വർക്ക്ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ടതാണ് കാനിസാരോ റിയാക്ഷൻ. ഇൻ കാനിസാരോ റിയാക്ഷൻ ആൽഡിഹൈഡ്, അത് അവിടെ വളരെ കെയർഫുൾ ആയിരിക്കണം. ആൽഡിഹൈഡ് മാത്രമേ ഉള്ളൂ. ആൽഡിഹൈഡ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓൺ റിയാക്ഷൻ വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഒരേ സമയത്ത് ഓക്സിഡേഷനും റിഡക്ഷൻ നടത്തുന്നു. 1 മോളിക്യൂൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ഗീവ് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആൻഡ് അനദർ മോളിക്യൂൾ ഈസ് റെഡ്യൂസ്ഡ് ടു ഗീവ് ആൽക്കഹോൾ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ബെൻസാൽഡിഹൈഡ് എടുത്ത് വെച്ചാൽ മതി. സ്ക്രീൻ നോക്കിക്കേ, നിങ്ങൾ എന്റെ പുറകിൽ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ബെൻസാൽഡിഹൈഡ് കണ്ടിട്ടുണ്ടോ? ഇത് നോക്കിക്കേ, ഇതാ ഈ ഭാഗത്തായിട്ട് വരും ബെൻസാൽഡിഹൈഡ്. നോക്കി, ആദ്യം തന്നിരിക്കുന്ന ബെൻസാൽഡിഹൈഡ് അല്ലേ. അപ്പൊ ആ ബെൻസാൽഡിഹൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് നമ്മളിവിടെ ഏതാ എടുത്തിരിക്കുന്നത്? കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ദിസ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇൻ പ്രസൻസ് ഓഫ് ദിസ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിലുള്ള ഒരു ബെൻസാൽഡിഹൈഡ് ആരായിട്ട് മാറും? ഏത് നോക്കിക്കേ, ആദ്യത്തെ പ്രൊഡക്റ്റ് ഏതാ കിട്ടിയേക്കുന്നത്? ആദ്യത്തെ പ്രൊഡക്റ്റ് ബെൻസൈൽ ആൽക്കഹോൾ റിഡക്ഷൻ ആണ് നടത്തിയത്. നമ്മുടെ ബെൻസാൽഡിഹൈഡ് റിഡക്ഷൻ നടത്തി ബെൻസൈൽ ആൽക്കഹോൾ കിട്ടി. രണ്ടാമത്തെ ആള് റിഡക്ഷൻ നടത്തി ഏതാ നമുക്ക് കിട്ടിയേക്കുന്നത്? സോഡിയം സാൾട്ടോ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഇപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമ്മളോട് ഇത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് അണ്ടർഗോ ആൽഡോൾ കണ്ടൻസേഷൻ? ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആൽഡിഹൈഡും പറ്റും കീറ്റോണും പറ്റും. പക്ഷെ ആരുണ്ടാവണം? ആൽഫ ഹൈഡ്രജനാറ്റം ഉണ്ടാവണം. ഇവിടെ ആൽഫ ഹൈഡ്രജനാറ്റം ഇല്ലാത്ത ആളാരാ? ബെൻസാൽഡിഹൈഡ് അല്ലേ. പക്ഷെ ബെൻസാൽഡിഹൈഡ് ഏത് റിയാക്ഷൻ നടത്തും? കാനിസാരോ റിയാക്ഷൻ നടത്തും. ഇനിയിപ്പോ ഇത് എങ്ങനെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഇൻ ഓർഡർ ടു ഡിസ്റ്റിംഗ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ടോളൻസ് ടെസ്റ്റും അതുപോലെ തന്നെ ഫെലിങ്സ് ടെസ്റ്റും. ടോളൻസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ടോളൻസ് റിയേജന്റ് ആണ്. ടോളൻസ് റിയേജന്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. That means aldehyde and ketones both undergo oxidation to give a corresponding carboxylic acid, but aldehydes can easily undergo oxidation even in presence of a mild oxidizing agent. അങ്ങനെയുള്ള mild oxidizing agent ആണ് ആരൊക്കെ? ടോളൻസ് റിയേജന്റും ഫെലിങ്സ് സൊല്യൂഷനും. അപ്പൊ ഇത് 2 മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റാ. ഇവനെ ഉപയോഗിച്ച് നമുക്ക് ആരെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തില്ല? കീറ്റോണിനെ പറ്റത്തില്ല. പക്ഷെ ആരെ പറ്റും? ആൽഡിഹൈഡിനെ പറ്റും. അപ്പൊ ടീച്ചർ നമ്മുടെ കയ്യിലേക്ക് ഒരു ആൽഡിഹൈഡും തന്നു, കീറ്റോണും തന്നു. നമുക്ക് അറിയത്തില്ല ഏതാണ് ആൽഡിഹൈഡ് ഏതാണ് കീറ്റോൺ. ഇതിൽ ഏതാണ് ആൽഡിഹൈഡ് ഏതാണ് കീറ്റോൺ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫെലിങ്സ് സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഏതിലേക്ക് ആണോ ടോളൻസ് റിയേജന്റ് ആഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് സിൽവർ മിറർ കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ ആൽഡിഹൈഡ്. സോറി, ഇറ്റ് ഈസ് അവർ ആൽഡിഹൈഡ്. ഫെലിങ്സ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്, അത് ആൽഡിഹൈഡ്.
അപ്പൊ ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാ, ഓർക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ടോളൻസ് റിയേജന്റ് മീൻസ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ടുണ്ട്. ഫില്ലിംഗ് സൊല്യൂഷൻ എയും ഫില്ലിംഗ് സൊല്യൂഷൻ ബിയും കൂടിയതാണ് ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത്, ഫില്ലിംഗ് റിയേജന്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഫില്ലിംഗ് സൊല്യൂഷൻ എ ഈസ് കോപ്പർ സൾഫേറ്റ്, ഫില്ലിംഗ് സൊല്യൂഷൻ ബി ഈസ് സോഡിയം പൊട്ടാസ്യം ടാട്രേറ്റ് അഥവാ റോഷെല്ലെ സാൾട്ട്. ഓക്കെ, എ റെഡിഷ് ബ്രൗൺ precipitate is obtained. This test is not shown by ketones. ഓർത്തിരിക്കുമല്ലോ. Then അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയാലോ. Predict the product formed when propanone react with the following reagent. Propanone reaction with the Grignard reagent followed by acid hydrolysis to give a tertiary alcohol ആണെന്ന് നമുക്കറിയാം. ഞാൻ ആ റിയാക്ഷനിലേക്ക് പോകുന്നില്ല. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഇപ്പോൾ സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട രണ്ട് കാര്യങ്ങളാണ് ക്ലെമൻസൺ റിഡക്ഷനും അതുപോലെ തന്നെ വൂൾഫ് കിഷ്ണർ റിഡക്ഷനും. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു ആൽക്കീൻസ് ബൈ സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl ആണെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷൻ, അതായത് കാർബണിൽ ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ് ബൈ കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് അമാൽഗം, ക്ലെമൻസൺ റിഡക്ഷൻ. വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ മീൻസ് സെയിം കാര്യം തന്നെ ഇടാം. കാർബണിൽ ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ് ബൈ റിയാക്ഷൻ വിത്ത് ഹൈഡ്രസീൻ ഫോളോഡ് ബൈ ഹീറ്റിംഗ് വിത്ത് സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എഥിലീൻ ഗ്ലൈക്കോൾ. അപ്പം ഹൈഡ്രസീൻ ആണ് കണ്ടതെങ്കിലും കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് അമാൽഗം ആണെങ്കിലും ഒരേ കാര്യം തന്നെ. എന്താണ്? കാർബണിൽ ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ്. പക്ഷെ കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് അമാൽഗം ആണെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷനും, ഹൈഡ്രസീൻ ആണെങ്കിൽ ആരാണ്? വൂൾഫ് കിഷ്ണർ റിഡക്ഷനും. ഓക്കെ, അപ്പം ഇവൻ ആരാണ്? ക്ലെമൻസൺ റിഡക്ഷനാണ്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പൊ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ ഓക്കെയാണ്, ആൽഡോൾ കണ്ടൻസേഷൻ ഓക്കെയാണ്, റോസൻമണ്ട് റിഡക്ഷൻ ഓക്കെയാണ്, കാനിസാരോ റിയാക്ഷൻ ഓക്കെയാണ്. ദെൻ ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ അഥവാ HVZ റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം വെൻ ട്രീറ്റഡ് വിത്ത് halogen, chlorine or bromine in presence of red phosphorus, we get alpha halo carboxylic acid. അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെൽ വോൾഹാഡ് സെലൻസ്കി റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ആൽഫ പൊസിഷനിലുള്ള ഹൈഡ്രജൻ ആറ്റം മാറി അവിടെ ആര് വന്നു? ഹാലോജൻ വന്നു. വേറൊന്നും നോക്കണ്ട നിങ്ങളുടെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അമീൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Amides can be converted to amines by reaction named diazotization, carbylamine, ammonolysis, Hofmann-Bromamide reaction. ഇതിൽ അമോണോളിസിസ് നമുക്ക് ഡയസോട്ടൈസേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത് ഹോഫ്മാൻ-ബ്രോമാമൈഡ് റിയാക്ഷൻ, കാർബൈലമീൻ റിയാക്ഷൻ. ഹോഫ്മാൻ-ബ്രോമാമൈഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്ത് വരുന്ന? പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. സോ ഇൻ ദിസ് മെത്തേഡ് amide, primary amide on reaction with the bromine and alcoholic potassium hydroxide to give a primary amine having one carbon atom less than that of parent amide. Hofmann-Bromamide degradation reaction അതിന്റെ മുഴുവൻ പേര്. കാരണം നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അമൈഡിനെ ഒരു കാർബൺ ആറ്റം കുറവുള്ള അമീൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതിനൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസും. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ് അമീൻസിന്റെ കേസിൽ കാർബൈലമീൻ റിയാക്ഷൻ. In this reaction, aliphatic or aromatic primary amine on reaction with the chloroform and alcoholic potassium hydroxide to give a foul smelling isocyanide. And this reaction is used to distinguish or used for the test for primary amines. നമുക്ക് ടീച്ചർ നമ്മുടെ കയ്യിലേക്ക് പല അമീൻസ് തന്നു. പ്രൈമറി തന്നിട്ടുണ്ട്, സെക്കൻഡറി തന്നിട്ടുണ്ട്, ടെർഷറി തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രൈമറി എന്നറിയാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന 3 അമീൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറോഫോമും ആഡ് ചെയ്ത് വെച്ചാൽ മതി. എവിടെയാണോ ഫൗൾ സ്മെല്ല് കിട്ടുന്നത് അത് ഐസോസൈനൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതായിരിക്കും ആര്? പ്രൈമറി അമീന്. ഓക്കെ, എക്സ്പ്ലെയിൻ സാൻമേഴ്സ് റിയാക്ഷൻ. ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
Sandmeier's reaction, diazonium salt when treated with hydrogen halide in presence of cuprous halide, we get halobenzene. This reaction is called as a Sandmeier's reaction. കുറേ കൂടെ ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പക്ഷെ ഞാനിത് കണക്ട് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് ഇതിന്റെ കൂടുതൽ നിങ്ങൾ ഓർക്കേണ്ടത് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ ആണ്. അനിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് sodium nitrate and hydrogen halide at a temperature of 273 to 278 Kelvin, 273 to 278 Kelvin to give benzene diazonium salt. This benzene diazonium salt on reaction with cuprous halide in presence of HCl അല്ലെങ്കിൽ cuprous bromide in presence of HBr to give corresponding chlorobenzene or bromobenzene. This reaction is called as a Sandmeier's reaction. അപ്പോൾ അവിടെ cuprous chloride in presence of HCl ഉപയോഗിക്കാം, cuprous bromide in presence of HBr ഉപയോഗിക്കാം, അല്ലെങ്കിൽ cuprous cyanide in presence of potassium cyanide ഉപയോഗിക്കാം. അയോഡോബെൻസിൻ Sandmeier's reaction വഴി പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയസോ ഗ്രൂപ്പ് മാറി ആര് വന്നു, ക്ലോറിൻ വന്നു, ക്ലോറോബെൻസിൻ. ഓക്കെ, അപ്പൊ ഇത്രയും കുറച്ച് കോൺസെപ്റ്റുകളെ നമ്മൾ ശരിക്കും അമൈൻസിൽ പ്രധാനമായിട്ടും വരുന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്, മൂന്നാമത്തത് നമ്മുടെ കാർബൈൽ അമീൻ റിയാക്ഷൻ, അതുപോലെ തന്നെ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് Sandmeier's റിയാക്ഷൻ. ഓക്കെ, ദെൻ ബയോമോളിക്യൂൾസിലേക്ക് നമുക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കുറെ കൂടെ തിയററ്റിക്കൽ ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. That is first about the classification of carbohydrates നമ്മൾ നോക്കുകയാണെങ്കിൽ this classification is based on hydrolysis ഉണ്ട്. ഹൈഡ്രോളിസിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Based on hydrolysis we need to consider monosaccharides, disaccharides and oligosaccharides. മോണോസാക്രൈഡ്സിന്റെ പ്രത്യേകത simplest carbohydrates which do not undergo hydrolysis, they contain 3 to 7 carbon atom. 3 കാർബൺ ആറ്റം വരുന്നതിനെയാണ് നമ്മൾ ട്രയോസ് എന്ന് പറയുന്നത്. 4 കാർബൺ ആറ്റം വരുന്നതിനെയാണ് നമ്മൾ ടെട്രോസ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്, then it is called as ആൽഡോസ്. നേരെ മറിച്ച് കീറ്റോ ഗ്രൂപ്പ് ആണ് ഉള്ളതെങ്കിൽ it is called as കീറ്റോസ്. ആൽഡോ ടെട്രോസ് എക്സാമ്പിൾ ആണ്, കുറച്ച് എക്സാമ്പിളുകളാണ്. ആൽഡോ ടെട്രോസിന് എക്സാമ്പിൾ എർത്രിയോസ്, ആൽഡോ പെൻഡോസ് ആണെങ്കിൽ റൈബോസ്, ആൽഡോ ഹെക്സോസ് ഗ്ലൂക്കോസ്, കീറ്റോ ഹെക്സോസ് ഫ്രക്ടോസ്, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിളുകൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഈ ഒലിഗോസാക്രൈഡ്സ് എടുത്തു. ഒലിഗോസാക്രൈഡ്സിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ വി ഗെറ്റ് 2 to 10 മോണോസാക്രൈഡ്സ്. ദാറ്റ് ഈസ് ഡൈസാക്രൈഡ്സ് ഗീവ് 2 മോണോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. ഡൈസാക്രൈഡ്സ് ആണെങ്കിൽ 2 മോണോസാക്രൈഡ്സ്. ഈ സൈഡിലുള്ള ഡൈസാക്രൈഡ്സിന് എക്സാമ്പിൾ ആണ് സ്യൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ടു ഗീവ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. നേരെ മറിച്ച് മാൾട്ടോസ് ആണെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് ആണ്, ലാക്ടോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. പോളിസാക്രൈഡ്സിലേക്ക് പോവുകയാണെങ്കിൽ large number of monosaccharides with the general formula C6H10O5 n times. Example are starch, cellulose, glycogen. Okay. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ 5 ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തിയറി പഠിക്കുമ്പോൾ എപ്പോഴും തിയറിയിലേക്ക്, പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് തിയറിയിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. എപ്പോഴും ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് തന്നെ തിയറി പഠിച്ചോണം. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറേ കൂടി തിയറി ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതല്ലേ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. അപ്പൊ അങ്ങനെയുള്ള ചാപ്റ്ററുകളിൽ ക്വസ്റ്റ്യനുകളുടെ എണ്ണം കുറയ്ക്കുകയും തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. അല്ലാത്ത ചാപ്റ്ററുകളിൽ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് തന്നെ തിയറി പഠിച്ചു പോയിക്കണം. പ്രത്യേകിച്ച് പെട്ടെന്ന് മറക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററുകളാണ് ഹാലോ ആൽക്കീൻസ്, ഹാലോ അരീൻസ്, ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, ആസിഡ്, അമീൻസ്. അപ്പൊ അവിടെ എല്ലാം ഞാൻ ഈ പറഞ്ഞൊരു ട്രിക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. സക്സസ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.